ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ്. നിങ്ങളൊരു ഈ ഫുട്ബോൾ ഐഡി ബൈ ചെയ്യാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ വഴി നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനൊരു വിഷയം മുന്നേ ഏതെങ്കിലും ഒരു ക്രിയേറ്റർ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടോ, ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റീച്ച് ഉണ്ടാവോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. എന്ത് തന്നെയായാലും എത്ര പേര് ഈ ഒരു വീഡിയോ കാണുന്നുവോ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു ഈ ഫുട്ബോൾ ഐഡി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5ഓളം കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5ഓളം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോ. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as സോ ഗൈസ്, നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളത് നമ്മൾ ഒരുപാട് ഓൾഡ് കാർഡ്സ് ഉള്ള ഓൾഡ് എപ്പിക് കാർഡ് ആയിക്കോട്ടെ, ഐക്കോണിക് കാർഡ് ആയിക്കോട്ടെ, അങ്ങനെ ഓൾഡ് കാർഡ്സ് ഒരുപാടുള്ള അക്കൗണ്ടുകൾ ഈ ഒരു ടൈമിൽ വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. കാരണം കൊണാമിയുടെ ഇപ്പോഴുള്ള അൽഗോരിതം പ്രകാരം മുന്നേയുള്ള കാർഡ്സുകളൊക്കെ അവർ പവറും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലം ഗ്ലിച്ചായി കിടക്കുന്ന കാർഡാണ്. അതുകൊണ്ട് ഈ കൊല്ലമെങ്കിലും ആ ഒരു കാർഡുള്ള അക്കൗണ്ടുകൾ വാങ്ങിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെ നിങ്ങൾ കഴിഞ്ഞ ഒരുപാട് കാർഡുകൾ, ഓൾഡ് കാർഡുകൾ ഒരുപാടുള്ള അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഈ ഒരു ടൈമിൽ പൈസ മുടക്കി വാങ്ങിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെയുള്ള ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാർഡ് വെച്ചിട്ടുള്ള ഒരു അക്കൗണ്ട് കൊണ്ട് നമുക്ക് ഇപ്പോഴുള്ള ഒരു ഗെയിം പ്ലേയിൽ ഒരു വിധത്തിലുള്ള യൂസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. എഫക്റ്റീവായിട്ട് ആ ഒരു കാർഡുകളൊന്നും തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴുള്ള കൊണാമിയുടെ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ കളിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പുതിയ കാർഡുകളൊക്കെയുള്ള അക്കൗണ്ടുകളായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. നമ്മൾ അങ്ങനെ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്ന ടൈമിൽ 1 or 2 ഗ്ലിച്ച് കാർഡുകൾ, ഇപ്പോഴുള്ള ഗ്ലിച്ച് കാർഡുകൾ, നിലവിൽ ഡബിൾ ബൂസ്റ്റർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള CF-ലും അതുപോലെ തന്നെ മിഡിലൊക്കെയുള്ള ഗ്ലിച്ചായിട്ട് കിടക്കുന്ന കാർഡുകൾ 1 or 2 കാർഡുകൾ നിങ്ങളെ ആ ഒരു അക്കൗണ്ടിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ വന്നേക്കുന്ന ഈ ഒരു ഡബിൾ ബൂസ്റ്റർ ബ്ലിറ്റ്സ് മെസ്സി വളരെ OP ആയിട്ട് കിടക്കുന്ന ഒരു പ്ലെയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ 8 ഈ ഒരു കാർഡ്, അതുപോലെ തന്നെ റുമ്മി ആയിക്കോട്ടെ, ഈ ഒരു സുവാരസിന്റെ കാർഡ് ആയിക്കോട്ടെ, അങ്ങനെ ഗ്ലിച്ചായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഗെയിമിൽ OP ആയിട്ട് കിടക്കുന്ന 1 or 2 കാർഡുകൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇനി വാങ്ങിക്കാൻ പോകുന്ന അക്കൗണ്ടിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്ന അക്കൗണ്ട് അതേ റേറ്റിന് തന്നെ 1 or 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള 1 or 2 കാർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ഒരു ഡീലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം പുതിയ എപ്പിക്കും കാര്യങ്ങളൊന്നും ആ ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചതിനേക്കാൾ ചെറിയ റേറ്റിന് നിങ്ങൾക്ക് കൊടുത്ത് ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ 1 or 2 ഇതുപോലെ OP ആയിട്ട് കിടക്കുന്ന കാർഡുകൾ ഉണ്ടായിരിക്കാൻ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇത് റീസെയിലിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ ആ ഒരു അക്കൗണ്ട് തന്നെയാണ് ബിൽഡ് ചെയ്തിട്ട് നല്ലൊരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആക്കാനും പ്ലാൻ എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാർഡുകളും കാര്യങ്ങളൊക്കെ, പാക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കോയിൻ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലുള്ള പ്ലെയറും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു കോംബോയും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുക. എന്നാലും മാത്രമേ ഈ ഒരു അക്കൗണ്ട് ഒരു വേർത്തായുള്ള രീതിയിലേക്ക് മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാർഡുകൾ ഉള്ള അക്കൗണ്ടുകൾ സെലക്ട് ചെയ്യാൻ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ബാലൻസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം CF-ൽ ഒരുപാട് കാർഡുകളുണ്ട്. CF-ൽ ഈ പറയുന്ന 8 ആയിക്കോട്ടെ, റൂമി ആയിക്കോട്ടെ, അതുപോലെ 1 or 2 കാർഡുകളുണ്ട്. ബാക്കിയുള്ള പ്ലേസും കാര്യങ്ങളൊന്നും നിങ്ങളുടെ മിഡിലായിക്കോട്ടെ, നിങ്ങളുടെ CB-യിലായിക്കോട്ടെ, ഗോൾ കീപ്പർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു പൊസിഷനിലും വേണ്ടുന്നത്ര കാർഡുകളോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയുള്ള അക്കൗണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഈ ഒരു അക്കൗണ്ടിൽ ഈ ഒരു 8ഉം അതുപോലെ തന്നെ ഈ ഒരു റൂമിയും മാത്രമാണ്. ബാക്കിയുള്ള നമ്മുടെ മിഡിലോ അല്ലെങ്കിൽ CB-യിലോ നമ്മുടെ ഈ ഒരു 8-നോ അല്ലെങ്കിൽ ഈ ഒരു റൂമിക്കോ സപ്പോർട്ടീവായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ നിങ്ങളുടെ ആ ഒരു സ്ക്വാഡിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പൈസ മുടക്കി അങ്ങനെയുള്ള ഗ്ലിച്ച് കാർഡുകൾ സ്വന്തമാക്കിയിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അക്കൗണ്ട് ബാലൻസ്ഡ് ആയിരിക്കണം. ഫ്രീ കാർഡാണെങ്കിൽ പോലും എല്ലാ പൊസിഷനിലും നിങ്ങൾക്ക് പ്ലേയിങ് ലെവലിൽ ഇറക്കാനും അതുപോലെ തന്നെ സബിൽ ഇറക്കാനുമായിട്ട് മസ്റ്റായിട്ട് കാർഡുകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. മെയിനായിട്ട് തന്നെ എപ്പിക് കാർഡുകൾ തന്നെയാണ് മെയിനായിട്ട് എല്ലാ പൊസിഷനിലും വേണ്ടത്. നമ്മൾക്കിപ്പോൾ അറിയാം ഒരുപാട് എപ്പിക് കാർഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫീച്ചേർഡ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡുകളോ അങ്ങനെയുള്ള കാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കാരണം ഫോമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ബി ഫോമും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എല്ലാ പൊസിഷനിലും ഫ്രീ കാർഡ് ആയിക്കോട്ടെ നിങ്ങൾക്ക് മെയിനായിട്ട് എപ്പിക് കാർഡുകളും കാര്യങ്ങളൊക്കെ എല്ലാ പൊസിഷനിലും ഉള്ള അക്കൗണ്ട് തന്നെ മെയിനായിട്ട് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം വലിയ റേറ്റിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫ്രീ കാർഡുകൾ തന്നെ എല്ലാ പൊസിഷനിലും ഉള്ള അക്കൗണ്ട് ചീപ്പ് റേറ്റിന് കിട്ടുന്നുണ്ട്. അതുപോലെ ഫിൽ ആയിട്ടുള്ള അക്കൗണ്ടുകൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാലാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള പോയിന്റിൽ നമ്മൾ സംസാരിച്ചത് ആ ഒരു ടീമിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള 2 പോയിന്റിൽ നമ്മൾ സംസാരിക്കുന്നത് ടെക്നിക്കലി ആയിട്ടുള്ള ആ ഒരു അക്കൗണ്ടിന്റെ സേഫ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. വെറും ബാലൻസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ എപ്പിക്സ് കാർഡുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. ഈ ഒരു കാര്യങ്ങൾ കൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു അക്കൗണ്ട് വാങ്ങിക്കാവൂ എന്നുള്ളതാണ്. നമ്മുടെ നാലാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ലിങ്ക് ഡാറ്റയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഓൺലി കൊണാമി ലിങ്ക്ഡ് ആണോ എന്നുള്ള കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ മാക്സിമം
മാക്സിമം ഗൂഗിൾ പ്ലേ ആയിട്ട് ലിങ്ക് ആയിട്ടുള്ള അക്കൗണ്ടുകൾ മാക്സിമം നിങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓൺലി കൊണാമി ആയിട്ട് ലിങ്ക് ആയിട്ടുള്ള അക്കൗണ്ടുകളായിരിക്കും നിങ്ങൾക്ക് വാങ്ങിക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ. എത്ര സേഫ് ആണെന്നോ അല്ലെങ്കിൽ പ്രൂഫും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾ അക്കൗണ്ട് വാങ്ങിക്കുന്ന ടൈമിൽ നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ടുള്ള റിസ്കുകളും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതേ റേറ്റിന് തന്നെ സെയിം അക്കൗണ്ട് ഓൺലി കൊണാമി ആയിട്ടുള്ള അക്കൗണ്ടുകൾ അവൈലബിൾ ആണ്, ഒരുപാട് അക്കൗണ്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അൺനെസറി ആയിട്ടുള്ള ഇതുപോലുള്ള റിസ്കുകളും കാര്യങ്ങളൊന്നും അക്കൗണ്ട് വാങ്ങിക്കുന്ന ടൈമിൽ നിങ്ങൾ മാക്സിമം എടുക്കാതിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ എന്നുള്ള സ്ഥലത്ത് നോട്ട് ലിങ്ക്ഡ് എന്ന് കാണാം, അതുപോലെ തന്നെ കൊണാമി ഐഡി എന്നുള്ളതൊക്കെ ലിങ്ക്ഡ് എന്നും കാണാം. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാനിരിക്കുന്ന അക്കൗണ്ടിൽ മൈനസ് കോയിനും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ വെറുതെ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ മാത്രം ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. മൈനസ് കോയിനും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ മെയിനായിട്ട് iOS-ലാണ് ചെക്ക് ചെയ്യേണ്ടത്. ഐഫോണിൽ സൈൻ ചെയ്തിട്ട് തന്നെ iOS മൈനസ് കോയിനും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മെയിനായിട്ട് ഉറപ്പുവരുത്തുക. ഇതിൽ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സർവീസ് ആൻഡ് ഇൻഫോയിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് ഷീറ്റ് കാണാം. ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലെ അവസാനത്തെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അൺയൂഷ്വൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്ന ഒരു ആക്ടിവിറ്റിയും ഈ ഒരു അവസാനത്തെ ഈ ഒരു ആക്ടിവിറ്റീസിൽ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് നമ്മുടെ 5ാമത്തെ പോയിന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് സേഫ് ആണ്, അതുപോലെ തന്നെ ആ ഒരു അക്കൗണ്ട് വേർത്ത് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഈ ഒരു ഉറപ്പ് കിട്ടിയതിനെ കൊണ്ടും നിങ്ങൾ വാങ്ങിക്കാനായിട്ടില്ല. നമ്മുടെ 5ാമത്തെ പോയിന്റ് കൂടി നോക്കണം. നമ്മുടെ 5ാമത്തെ പോയിന്റ് എന്നുള്ളത് നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡീലേഴ്സിന്റെ കയ്യിൽ നിന്നായിരിക്കണം. ഒരു കാരണവശാലും നിങ്ങളുടെ മണിയും കാര്യങ്ങളൊന്നും സ്കാം ആയി പോവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ വാങ്ങിക്കാനിരിക്കുന്ന അക്കൗണ്ട് നിങ്ങൾക്ക് പണി തരുമോ അല്ലെങ്കിൽ സ്കാം ആക്കുമോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിലായിരിക്കും മെയിനായിട്ട് നിങ്ങൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. അങ്ങനെയുള്ള അക്കൗണ്ടിലെ അവസാനത്തെ കുറച്ച് ദിവസത്തെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിൽ അക്കൗണ്ട് സെല്ലാക്കിയതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ഡേറ്റ് ആവുന്നുണ്ടോ, ആ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് ദിവസം റിസർച്ച് ചെയ്തിട്ട് തന്നെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു ഗ്രൂപ്പിൽ ഇന്ന് ചാടി കയറി ഇന്ന് തന്നെ ആ ഒരു ഗ്രൂപ്പിൽ നിന്നും പർച്ചേസും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കുറച്ച് ദിവസം നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് അനലൈസ് ചെയ്യുക. കൃത്യമായിട്ടുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, പുതിയ ഐഡിയും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ആ ഒരു അക്കൗണ്ടിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതിൽ പോസ്റ്റ് ചെയ്യുന്ന ഐഡിയസും കാര്യങ്ങളൊക്കെ ഫെയർ റേറ്റിന് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചെറിയ റേറ്റിന് അക്കൗണ്ടുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമല്ല, ഫെയർ റേറ്റ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു അക്കൗണ്ടിന് കിട്ടേണ്ട റേറ്റ് തന്നെയാണോ പോസ്റ്റ് ചെയ്തേക്കുന്നത്, അത് കൂടുതലല്ല കുറവുമല്ല, കൃത്യമായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ആണോ പോസ്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ചീപ്പായിട്ട്, വളരെ ചീപ്പായിട്ട് ഈ പറയുന്ന ഡബിൾ ബൂസ്റ്റർ കാർഡുകളും കാര്യങ്ങളൊക്കെയുള്ള അക്കൗണ്ട് വളരെ ചീപ്പായിട്ടാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ സെയിലിന് വെച്ചേക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്കാം ആയിട്ടുള്ള ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഗ്രൂപ്പിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കൊരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അല്ലാതെ ചീപ്പ് റേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കയറി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസയും കാര്യങ്ങളൊക്കെ പോകുന്നല്ലാതെ നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ ഒരു അക്കൗണ്ടിന് വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുക്കുന്നത് ഒരു QR കോഡിലേക്കല്ല, അത് ഒരു GPay നമ്പറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. അല്ലാതെ ഒരുപാട് പേയ്മെന്റ് ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ഒരു ഇൻഫർമേഷനും കിട്ടാത്ത ഒരുപാട് ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലുള്ള QR കോഡല്ല, ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്, ഈ ഒരു 5 കാര്യങ്ങളൊക്കെയാണ് ഒരു അക്കൗണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന ടൈമിൽ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഇത് കൂടാതെ നിങ്ങൾക്കൊരു അഡീഷണൽ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വേണം. നിങ്ങൾക്ക് ആ ഒരു ഡീലിൽ അത്ര ട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ അടിക്കുന്നു എന്നുണ്ടെങ്കിൽ അവസാനത്തെ ഒരു പൊടിക്കൈ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു ഡീലറുടെ വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു ഡീലറുടെ കറന്റ് ലൊക്കേഷനും നിങ്ങൾ വാങ്ങിക്കുക. ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മടിയില്ലാതെ തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം ഇത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡീലറാണ്, നിങ്ങളുടെ പൈസയും കാര്യങ്ങളൊന്നും സ്കാം ആയി പോവില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഒരു ഏകദേശം ഒരു 80% നിങ്ങൾക്ക് ഉറപ്പിക്കാം. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോ എത്ര കണ്ട് റീച്ച് ആവും എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിയത്തില്ല. ഈ ഒരു വീഡിയോ വഴി മിനിമം ഒരു സ്കാം ഡീലെങ്കിലും തടയാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കും ഈ ഒരു വീഡിയോയുടെ വിജയം. സോ ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.